അലഹബാദ് ഹൈക്കോടതിയുടെ നിർണായകമായ ഒരു വിധി വന്നിരിക്കുന്നു. തോന്നിയെടുത്തൊന്നും അങ്ങനെ നിസ്കരിക്കാനൊന്നും പറ്റൂല. നിങ്ങളുടെ മതത്തിൻ്റെ ആരാധന നടത്തണമെങ്കിൽ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ മാത്രമേ പറ്റുള്ളൂ. ഈ വിധി ഇന്ത്യയിലാകെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വിധിയല്ലേ? അല്ല, അത് എന്താ കാര്യം എന്ന് വെച്ചാൽ അത് പോയിരിക്കുന്നത് രസകരമായൊരു കേസാണ്. ആ സ്ഥലം ഏതാണെന്ന് പറഞ്ഞാൽ അലഹബാദ് ഹൈക്കോടതി അല്ല, ഉത്തർപ്രദേശിലെ ശംബൽ ജില്ലയിലുള്ള ആ ശംബൽ ജില്ലയിലുള്ള ഇക്കോണ വില്ലേജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അവിടുത്തെ ഒരു വിഭാഗം മുസ്ലിങ്ങളാണ് പൊതുസ്ഥലത്ത് നിസ്കരിക്കാൻ അനുവാദം വേണമെന്ന് അലഹബാദ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇല്ല, ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊതുനിരത്ത് കയ്യേറി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇസ്ലാം മതത്തിൻ്റെ ഒരു ശീലമായിട്ട് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. വിശേഷിച്ചും ഈദ് പെരുന്നാൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ഒരു നബിദിനം വരുന്ന സമയത്ത് മറ്റ് പ്രദേശങ്ങളിലൊക്കെ അവർ പ്രാർത്ഥനയൊക്കെ എന്ന് വെച്ചാൽ പൊതുനിരത്ത് ആ സമയത്ത് നിരോധിക്കപ്പെടും. പൊതുഗതാഗതം സാധ്യമല്ലാതെ വരും. കാരണം നിരത്തിൽ ഇവർ നിരന്നിരുന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ പൊതുനിരത്തിൽ ഇരുന്ന് ഇത് ചെയ്യാൻ കഴിയുമോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പൊതുസ്ഥലം കയ്യേറിയിട്ട് ചെയ്യാൻ കഴിയുമോ? ഇതാണ്. അപ്പോൾ അതിന് ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവർക്കിത് ഇഷ്ടദാനമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞ് ഇത് ഇഷ്ടദാനമായിട്ട് കിട്ടിയേ എന്ന് പറഞ്ഞ് ഇവർ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ വ്യാജമാണ്. എന്തുകൊണ്ട്? അതിർത്തികളില്ല, ഭൂമിയുടെ സ്പെസിഫിക്കേഷൻസ് ആധാരത്തിൽ പറയണമല്ലോ. ആധാരത്തിൽ ആ സ്പെസിഫിക്കേഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് പൊതുസ്ഥലമാണ്. ആ പൊതുസ്ഥലം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ഉപയോഗത്തിന് മാത്രമായി കൊടുക്കാനായിട്ട് സാധ്യമല്ല. ഇവർ ഈദ് കാലത്ത് അവിടെ നടത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് അവിടെ പ്രാർത്ഥന നടത്താൻ സൗകര്യം വേണമെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ സ്ഥലം സ്ഥിരമായിട്ട് ഇവരുടെ അധീനതയിൽ കിട്ടണം എന്നാണ് ഇവർ പറഞ്ഞതിൻ്റെ ചുരുക്കം. അങ്ങനെ പൊതുസ്ഥലം സ്ഥിരമായിട്ട് ആർക്കെങ്കിലും പതിച്ചു കൊടുക്കുന്നത് നിയമപരമായിട്ട് തെറ്റാണ്. റവന്യൂ ഭൂമിയിൽ അത് ആൾതാമസമില്ലാത്ത ഭൂമി എന്നാണ് രേഖപ്പെടുത്തി. റവന്യൂ ഭൂമിയാണ് ഇവർ പറഞ്ഞാൽ അത് ഞങ്ങളുടെ. അപ്പോൾ റവന്യൂ റെക്കോർഡ്സിൽ അത് ആൾതാമസമില്ലാത്ത വെറും ഭൂമിയാണ്, സർക്കാരിൻ്റെ മുതലാണ്. അതെ. ആ സർക്കാരിൻ്റെ ഭൂമി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൊത്തം ജനതയ്ക്കും അവകാശമുള്ളൊരു ഭൂമിയാണ്. ആ മൊത്തം ജനതയ്ക്കും അവകാശമുള്ള ഭൂമി ഏതെങ്കിലും ഒരു വിഭാഗത്തിന് തിരിച്ച് കൊടുക്കുന്നത് തെറ്റാണ്. അത് മാത്രമല്ല, അതിൻ്റെ അവകാശം തെളിയിക്കപ്പെട്ടിട്ടില്ല. അവകാശം തെളിയിക്കപ്പെട്ടിട്ടില്ല, അതിർത്തികളും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത് ബോഗസാണ്, വ്യാജരേഖ ചമച്ചുകൊണ്ടാണ് ഇവർ ചെന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തെക്കുറിച്ച് കോടതി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ഉദാര സമീപനം കോടതി അതിനകത്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ ആ രേഖ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് വിധി പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും കൂടി വെക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എങ്ങനെ ഈ രേഖ കിട്ടിയെന്നൊരു ചോദ്യമില്ലേ? അത് വെറുതെ കിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കിട്ടിയത് ഇവർക്കത് എങ്ങനെയോ സംഘടിപ്പിച്ച് ഇവരെടുത്തതാണ് എന്നാണ് കരുതപ്പെടുന്നത്. അത് ചിലപ്പോൾ ശരിയുമായിരിക്കാം. അങ്ങനെ കിട്ടിയ ഭൂമിയിൽ ഇത് നടത്തുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി പൊതുവസ്തുവകകൾ കയ്യേറിക്കൊണ്ട് ഏത് മതവും ആ മതപരമായ ചടങ്ങ് നടത്താൻ വേണ്ടി പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. ഉത്സവങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പൊതുസ്ഥലങ്ങൾ ഉപയോഗിക്കട്ടെ, പക്ഷെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കരുത്. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവമല്ല. ചിലപ്പോൾ വല്ലപ്പോഴും നമ്മൾ ഗ്രൗണ്ടുകൾ ഉപയോഗിക്കാറുണ്ട്. ഗ്രൗണ്ടുകൾ ഉപയോഗിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഗ്രൗണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അങ്ങനെ എല്ലാവരും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ HMT ഗ്രൗണ്ട്, ഈ കളമശ്ശേരിയിലുള്ള HMT ഗ്രൗണ്ടിൽ ഒരു പോപ്പ് വന്ന് കുർബാന ചൊല്ലിയിട്ടുണ്ട്, അറിയാമോ? ഇല്ല. ഒരു പോപ്പ് കേരളം സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ ജോൺ പോൾ രണ്ടാമനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം കേരളം സന്ദർശിച്ചു. കേരളം സന്ദർശിച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് കുർബാന അർപ്പിക്കണം. അപ്പോൾ കുർബാന അർപ്പിക്കാൻ ഒരു സ്ഥലം നോക്കി വന്നപ്പോഴേക്കും പോപ്പല്ലേ വന്നേക്കണം. കത്തോലിക്കരെല്ലാം തടിച്ചു കൂടുമല്ലോ. അങ്ങനെ HMT ഗ്രൗണ്ടിൽ കുർബാന അർപ്പിക്കാനുള്ള സംഗതി കൊടുത്തു. പക്ഷേ ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ, ആ HMT ഗ്രൗണ്ടിൽ നടന്ന കുർബാനയിൽ അൾത്താരയിൽ കസേരയിട്ട് ഒരാൾ കൂടി ഇരുന്നിരുന്നു. അത് K കരുണാകരനായിരുന്നു. കാരണം അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കൂടി ഇരുന്നിട്ടായിരുന്നു അത് നടത്തിയത്. രൂപക്കൂട്ടിലാണോ? രൂപക്കൂട്ടിലല്ല, അദ്ദേഹം പുറത്ത് ഇരുന്നിരുന്നു.
കാരണം അദ്ദേഹം കൂടി ഇരുന്നാൽ അത് നടത്താൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു ഈ പോപ്പിനൊരു പ്രശ്നം, പോപ്പൊരു മതത്തിൻ്റെ അധിപനുമാണ്, രാഷ്ട്രത്തലവനുമാണ്. അതെ. അപ്പോൾ വിദേശ രാജ്യത്തെ ഒരു രാഷ്ട്രത്തലവൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മതപരമായ ചടങ്ങുകളിൽ ഇവിടെ പങ്കെടുക്കുന്നതിൽ അപകടങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതൊരു പൊതു ചടങ്ങാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കരുണാകരൻ അവിടെ പോയിട്ട് കുത്തിയിരുന്നത്. അല്ല, കരുണാകരൻ അതിനകത്തിരുന്ന് വോട്ട്, പക്ഷേ കരുണാകരൻ്റെ ശത്രുക്കളെയൊക്കെ പറഞ്ഞു വരുത്തിയത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ കരുണാകരന് വോട്ട് കിട്ടിയോ എന്നും എനിക്കറിയില്ല. ഇനി അഥവാ ആ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ കരുണാകരൻ തോറ്റിട്ടുണ്ട്. അങ്ങനെയാണല്ലോ തൃശ്ശൂർ നിന്ന് കരുണാകരൻ തോറ്റുപോയത്. അപ്പോൾ അതുകൊണ്ട് അതും ഉണ്ടായിട്ടുണ്ട്. അതെന്തും ആയിക്കോട്ടെ. അപ്പോൾ ഈ പൊതുസ്ഥലം ജാതി മത കക്ഷികൾ കയ്യേറിക്കൊണ്ട് പെരുവഴി ദൈവങ്ങളെ സ്ഥാപിക്കുന്നത് വളരെ മോശമാണ്. ഇപ്പോൾ ഈ നമ്മൾ റോട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കാണാൻ പറ്റും, എവിടെയെങ്കിലും ഒരു ഇത്തിരി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒന്നുകിലും ഒരു കുരിശ് കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു മതം, ഒന്നെങ്കിൽ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആരെങ്കിലും ആ പൊതുവഴി കയ്യേറിയിട്ട് അവിടെ ഒരു മതചിഹ്നം വെച്ചുകൊണ്ടുള്ള പ്രചാരം നടത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു ജാറത്തിൻ്റെ നേർച്ചപ്പെട്ടിയായിരിക്കും ഈ പൊതുസ്ഥലത്ത് വെച്ചിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ ഒരു കുരിശ് വെച്ചിട്ട് ആ കുരിശിൻ്റെ അവിടെ ഒരു നേർച്ചപ്പെട്ടിയും വെച്ചേക്കും. അതല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഒരു നേർച്ചപ്പെട്ടി പൊതുസ്ഥലത്ത് വെക്കും. അങ്ങനെ പൊതുസ്ഥലം കയ്യേറി എടുക്കുക എന്നുള്ളത് ഇവിടുത്തെ മതങ്ങളുടെ ജന്മാവകാശമാണ് എന്ന് കേരളത്തിലെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. പൊതുസ്ഥലം കയ്യേറി എടുക്കുന്നത് അവരുടെ ജന്മാവകാശമാണെന്നാണ് വിശ്വസിച്ചിട്ടുള്ളത്. കേരളത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ പൊതുസ്ഥലം മതങ്ങൾ ഏറ്റവും കൂടുതൽ പൊതുസ്ഥലം കയ്യേറിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്ന് കേരളമാണ്. അതല്ലേ ലാൻഡിൻ്റെ കണക്ക് ചോദിക്കുമ്പോൾ എല്ലാവരും കിടന്ന് പിടക്കുന്നതിൻ്റെ കാരണം അതാണ്. കാരണം കയ്യടക്കി വെച്ചിട്ടുള്ള ലാൻഡ് ധാരാളമുണ്ട്, വിശേഷം ക്രൈസ്തവ സഭയ്ക്കുണ്ട്, ധാരാളമുണ്ട്. നമ്മുടെ അത് മാത്രമല്ല, ഈ സർക്കാർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പൊതു സ്ഥലം മതത്തിൽ അധികമായിട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവും. അല്ല, അങ്ങനെയല്ല. അത് സർക്കാർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാർ പറയുകയും അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സ്വകാര്യ സ്ഥലത്ത് പരിമിതമായ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രാർത്ഥനാ യോഗം നടന്നാൽ കുഴപ്പമില്ല. പക്ഷേ പരിമിതിയില്ലാത്ത വിധം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രാർത്ഥനാ യോഗം ഒരു സ്വകാര്യ സ്ഥലത്ത് നടന്നു കഴിഞ്ഞാൽ അവിടെ സുരക്ഷ ഒരുക്കാൻ പറ്റില്ല, ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും. ആർട്ടിക്കിൾ 25(1) വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള, അനുച്ഛേദം 25(1) വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ മതപരമായ അവകാശങ്ങളിൽ സ്റ്റേറ്റ് ഇടപെടില്ല. പക്ഷേ ക്രമസമാധാനത്തെയോ രാജ്യത്തിൻ്റെ ഐക്യത്തെയോ ആരോഗ്യ പ്രശ്നത്തെയോ ഒക്കെ ബാധിക്കുകയാണെങ്കിൽ സ്റ്റേറ്റിന് ഇടപെടാൻ പറ്റും. അപ്പോൾ ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റേറ്റിന് ഇടപെടാതിരിക്കാൻ പറ്റില്ലല്ലോ. അവിടെ പറ്റില്ല എന്ന് പറയേണ്ടി വരും. അത് മതത്തിൽ കൈകടത്തലല്ല, അതാണ് ഈ നിയമത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അനുച്ഛേദം 25(1) എന്നുള്ളതിൻ്റെ വ്യാഖ്യാനത്തിൽ ഒരു വ്യക്തത വരുത്തിയേക്കാണ് കോടതി. എന്താണ് ആ വ്യക്തത? അനുച്ഛേദം 25(1) എന്ന് പറഞ്ഞാൽ പരിമിതിയില്ലാത്ത വിധം നിങ്ങൾക്ക് മതത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്യാനുള്ള അവകാശമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുകയോ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുകയോ രാജ്യത്തിൻ്റെ പൊതു സദാചാരത്തെ ബാധിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആർക്കിടപെടാൻ അധികാരമുണ്ട്? സംസ്ഥാനത്തിന് ഇടപെടാൻ അധികാരമുണ്ട്. അപ്പോൾ അതങ്ങനെ ഒരു അബ്സല്യൂട്ടായിട്ടുള്ള റൈറ്റ് അല്ല. ഇവർ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് സമ്പൂർണ്ണമായിട്ട് ഉപാധിരഹിതമായ അവകാശമായിട്ട് അംഗീകരിക്കപ്പെട്ട് കിട്ടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞാൽ അങ്ങനെ ഉപാധിരഹിതമല്ല, സോപാധികമാണ്. ആ ഉപാധികൾ കണ്ടെത്തുക തന്നെ വേണം. അങ്ങനെ അത് കണ്ടെത്തി നമുക്ക് എടുക്കാതെ ഒരു കാരണവശാലും ഇതിൽ ഒരു തീരുമാനമെടുക്കാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞത്. അതാണ് അതിൻ്റെ ചുരുക്കം. അപ്പോൾ അതുകൊണ്ട് ഇത് കേരളത്തിലാണ് ഈ വിധിക്ക് വലിയ റാമിഫിക്കേഷൻസ് വരാൻ പോകുന്നത്. കേരളത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ക്രൈസ്തവ സഭകൾ ധാരാളമായിട്ട് ഭൂമി കയ്യേറി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു സ്റ്റോറി ചെയ്തിരുന്നു ഇതിനെക്കുറിച്ച്. കാരണം ഈ എറണാകുളത്തുള്ള നമ്മുടെ ഇതില്ലേ സ്റ്റേഡിയത്തിൻ്റെ മുമ്പിലുള്ള 5 ഏക്കർ ഭൂമിയോ മറ്റോ സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജ് കൈയടക്കി വെച്ചേക്കാണ്. അപ്പോൾ പൊതുസ്ഥലം കൈയടക്കുക മതത്തിൻ്റെ പേരിലെന്നുള്ളത് കേരളത്തിലൊരു സ്ഥിരം ശൈലിയാണ്. അത് കേരളത്തിലൊക്കെ വലിയ വിധത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വിധിയാണിത്.
ഇതിൻ്റെ ഏറ്റവും ശക്തമായ കാതൽ എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ പേരിൽ പൊതുസ്ഥലം കയ്യേറി അതിലാധിപത്യം സ്ഥാപിക്കാൻ പാടില്ല എന്നാണ് ഇത് പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.